പറയാതിരിക്കാൻ പറ്റത്തില്ല. ബസ്സിലെ യാത്ര ഒരു സുഖം തന്നെയാ. വേണം വരുന്നേ, കാണാൻ വരുന്നേ, കൂടുതൽ മാടന്നേ. ഏയ് മാടനോ? ഏത് മാടൻ? ഞാനൊക്കെ നിനക്കെന്താ കാടനും മാടനാണോ? അല്ല ചേട്ടാ, ചേട്ടന്റെ ശക്തി വെച്ച് നോക്കുമ്പോ എങ്കി ശക്തിമാനെന്ന് പാടേ. റോങ്. ചേട്ടൻ ശക്തിമാനല്ല, ബലൂമാനാണ്. എന്നാ നീ പട്ടത്തെ കുറിച്ചൊരു പാട്ട് പാടിയാലോ? പാരി പറക്കുന്ന പട്ടം, പൊട്ടനെ പോലൊരു പട്ടം, പൊട്ടിപ്പൊളിഞ്ഞൊരു പട്ടം. ആരാടോ പൊട്ടനും പൊട്ടി പൊളിഞ്ഞതും? നിനക്ക് എന്താടോ എന്നോട് ഇത്ര വിരോധം? ഓ, അപ്പൊ ചേട്ടനാണല്ലേ ആ സുന്ദര പട്ടം. ആ സ്നേഹത്തോടെ എന്റെ മുത്തശ്ശി എന്നെ വിളിക്കുന്ന പേരാ പട്ടത്തിൽ സുന്ദരൻ. ഐ ന്യൂ ഇറ്റ്. എന്റെ ഉള്ളിൽ വളരെ എനർജിയാ. സംസാരിക്കാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാ. ആരോടാ ഒന്ന് സംസാരിക്കുക? സൂര്യനോട്. എടാ പിള്ളേരെ, ആവശ്യമില്ലാണ്ട് എന്നെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. ഞാനൊന്ന് നേരെ നോക്കി വണ്ടി ഓടിച്ചോട്ടടാ. നിങ്ങൾ നേരെ നോക്കി തന്നെ ഓടിച്ചോ. ഞാൻ വേണ്ടായിരുന്നോളാം. ശാന്തിയോടെ ഇരിക്കുന്നതായിരിക്കും എനിക്ക് നല്ലത്. എന്റെ അടുത്തിരിക്കാൻ അനുവദിക്കില്ല. നിങ്ങളുടെ പേര് ശാന്തി എന്നായിരിക്കും. എന്താ ശരിയല്ലേ? എത്ര കൃത്യമായിട്ടാ നിനക്ക് മനസ്സിലായേ? എന്റെ പേര് ശാന്തി എന്നാണ്. എന്റെ കൃഷ്ണ. വെറുതെ മൂഡ് കളയാനായിട്ടും എനിക്ക് ബസ് യാത്രയും വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ അല്ലാണ്ടാക്കിയപ്പോ എല്ലാവർക്കും വലിയ സന്തോഷമായല്ലോ അല്ലേ? കൈയെങ്കിലും ഒന്ന് അടിക്കണേ. ഇതെവിടെ ഇറക്കി വിട്ടേക്കുന്നത്? സൂയിന്റെ മുമ്പിലാ. ഒരു മിനിറ്റ്. നീ എന്തിനാടാ ഈ സൂക്കെ കാണാൻ വരുന്നേ? നിന്റെ ശരീരത്തിൽ തന്നെ എല്ലാ മൃഗങ്ങളും ഉണ്ടല്ലോ. നിന്റെ ഒരു പൊട്ട തമാശ. ഇത് യഥാർത്ഥ സൂ ആടാ, നിന്നെ പോലെയുള്ള മൃഗങ്ങളുള്ള. അയ്യടാ, നീ ഒന്ന് പോടാവേ. നീ അതിനെ സൂ ഒന്നും കാണാൻ വേണ്ടി അല്ലല്ലോ വരുന്ന. അതിനകത്തുനിന്ന് കിട്ടുന്നതെല്ലാം വലിച്ചു വാരി തിന്നാനല്ലേ? നിന്നെ ഞാൻ 3 ദിവസം ഇരുട്ടത്ത് കിടത്തി വെളിച്ചത്ത് ചോറ് തരും, എന്നാലേ നീ പഠിക്കൂ. ഇതെവിടുന്നാ? നമ്മള് ടിക്കറ്റ് പോലും എടുത്തിട്ടില്ല, പിന്നെ എവിടുന്നാ മൃഗങ്ങളുടെ ശബ്ദം വരുന്നേ? അയ്യോ തെറ്റി, നിനക്ക് തെറ്റിപ്പോയതാ. യു ആർ റോങ്. ഞാൻ സൂമിന്റെ ഫീല് കിട്ടാൻ വേണ്ടി എന്റെ മൊബൈലില് റിംഗ് ടോൺ സെറ്റ് ചെയ്തതാ. എന്തൊക്കെ കാര്യങ്ങളുണ്ടായിട്ട് അതെല്ലാം കളഞ്ഞിട്ടോ നിങ്ങളുടെ കൂടെ വന്നേ. നിങ്ങളാണെങ്കിൽ ഇവിടെ വന്നിട്ട് വെറുതെ അടിയും കൂടിക്കൊണ്ടിരിക്കുക. അതിനെന്താ നിനക്ക് ഇത്ര ഭാരപ്പെട്ട ജോലി? എനിക്ക് വീട്ടിൽ നിന്നൊരു ഫോൺ വന്നിട്ടുണ്ടായിരുന്നു. കടലിലേക്ക് പോകുന്ന എന്റെ ആ കപ്പല് മുത്തശ്ശനുണ്ടല്ലോ, മുത്തശ്ശനെ കടലിലെവിടെ കാണാതായെന്ന്. എന്താ? അപ്പൊ നീ കപ്പല് മുത്തശ്ശനെ കണ്ടുപിടിക്കാൻ പോവായിരുന്നോ? ഞാൻ ആ കടലങ്ങ് വാങ്ങിയാലോന്ന് വിചാരിക്കുക. അങ്ങനെ ആകുമ്പോ മുത്തശ്ശനെ കാണാതായാലും വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറയാലോ. നിങ്ങൾ എന്ത് മണ്ണത്തിനൊക്കെ ഈ പറഞ്ഞോണ്ടിരിക്കുന്നേ? കടൽ ആർക്കെങ്കിലും വാങ്ങിക്കാൻ പറ്റൂടെ? നീ പറയുന്നത് കടൽ മുത്തച്ഛനെ പറ്റിയല്ലേ? ഇവിടെ സ്വിമ്മിംഗ് പൂളും മുട്ടറ്റും പോലും വെള്ളമില്ലെങ്കിലും അവിടോട്ട് ഇറങ്ങാൻ പേടിച്ചിരിക്കുന്നത് നമ്മുടെ മുത്തച്ഛനെ കുറിച്ചല്ലേ നീ പറയുന്നേ? നമുക്കുള്ള ടിക്കറ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് പോയി സിംഹത്തിനെ കാണാം. ഞാനിതാ നിങ്ങളുടെ ഹെൽപ്പിനായി വന്നിരിക്കുകയാണ്. എന്തിനായി വന്നിരിക്കുകയാണ്? ഹെൽപ്പിനായി? അതിന് താരാരാ? ഞാനൊരു തുറന്ന പുസ്തകമാണ്. എന്താണെന്ന്? തുറന്ന പുസ്തകമാണെന്നോ? അത് മാത്രമല്ല, ഞാനൊരു ഗൈഡ് കൂടിയാണ്. എന്താണെന്ന്? ഗൈഡ്. ഞാനിവിടെ മൃഗങ്ങളെ കാണിച്ചു കൊടുക്കുന്നു. എന്ത് കാണിച്ചു കൊടുക്കുന്നു?
ആ മൃഗങ്ങളെ. നിങ്ങൾക്ക് കാണണ്ടേ മൃഗങ്ങളെ? ആ, കാണണം, ഞങ്ങൾക്ക് കാണണം. എങ്കി പിന്നെ വേഗം നടന്നു, എന്റെ പിന്നാലെ നടന്നു. അയ്യോ ചേട്ടാ, ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. അത് ടെൻസാ, അതുകൊണ്ടാ നമ്മള് ടെൻസ്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഏറ്റവും ആദ്യം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നു. കാണണ്ടേ? ഏ? ആട്ടിൻകുട്ടി. ആട്ടുകുട്ടിയോ? ഡോ, തന്റെ പേപ്പർ വലിച്ചു കീറി ഞാൻ അവിടെ ഇവിടെ ഒട്ടിക്കും. എന്തൊട്ടിക്കും പറഞ്ഞേ? പേജുകള്. ഡോ, വണ്ടിയും പിടിച്ച് 10-200 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നത് ഈ ആടിനെ കാണാനാണോ? താൻ വിചാരിച്ചത് ഞങ്ങള് മണ്ടന്മാരാന്ന്? ഞങ്ങളുടെ തരത്തിനൊത്ത് വലിയ മൃഗങ്ങളെ കാണിക്കണോ? മനസ്സിലായി. എന്നാ നമുക്ക് ഇങ്ങോട്ട് പോകാം. സുഹൃത്തെ, ഒന്ന് നിന്നേ. താങ്കമ്മയ്ക്ക് ആളും കളിച്ച് മുമ്പേ നടക്കുന്നുണ്ടല്ലോ. എടോ, ഇവിടെ വല്ല മൃഗങ്ങളും ഉണ്ടോ അതോ വെറുതെ ആണോ? ആ, പതുക്കെ പതുക്കെ നമുക്ക് വലിയ വലിയ മൃഗങ്ങളെയൊക്കെ കാണാം. പതുക്കെ പതുക്കെ. ആദ്യമേ തന്നെ വലിയ മൃഗങ്ങളെ കണ്ട എങ്ങനെയാ ശരിയാവാ? എന്താ ഇത്രയും വലുതോ? അതെ, സിംഹമാണോ? എന്നാ കടുവയായിരിക്കും. ഡൈനോസർ ആയിരിക്കും അല്ലേ? പശുവിന്റെ കാര്യം ഞാൻ പറഞ്ഞേ. എന്റെ സുഹൃത്തെ, എന്റെ വീട്ടില് 12 പശുക്കളുണ്ട്. അമ്മൂമ്മ എന്നും പറയും പശുവിനെ കറക്കടാ കറക്കടാന്ന്. ഞാനൊന്നും കറക്കാറില്ല, എനിക്ക് വേറെ പണിയുണ്ട്. ഈ കണ്ട ദൂരം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞത് പശുവിനെ കാണാനാ. പറയടോ. പശു മാത്രമല്ല, ഇവിടെ എരുമയുണ്ട്. എന്താണ്? മിണ്ടി പോരുത്. ഇതെന്താടോ, സൂ ആണോ അതോ ഫാം ആണോ? എന്റെ സഹോദര, ഇത് കാണാനായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ അങ്ങ് നിന്നാ പോരായിരുന്നോ? അവിടെ വല്ല പേടിനെയും കണ്ട് ഞങ്ങളങ്ങ് സന്തോഷിച്ചേനെ. അതിന് ഇങ്ങോട്ട് വന്നെന്തിനാ? കുറച്ചൊന്ന് മുന്നോട്ട് പോയാൽ വലിയ മൃഗങ്ങളുണ്ട്. എങ്ങോട്ട് പോയാൽ? മുന്നോട്ട് പോയാൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിനു മുന്നേ നിങ്ങൾ വല്ല സ്കൂളിലെ ടീച്ചറായിരുന്നോ? എന്താ അങ്ങനെ ചോദിച്ചേ? ടീച്ചർമാരല്ലേ പിന്നെയും പിന്നെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നേ. ബി ഫോർ ബോൾ. അപ്പൊ കുട്ടികളെ പറയൂ, ബി ഫോർ ബെൽ. ബെല്ലോ, എന്നെ കളിയാക്കാണോ? എന്റെ അപ്പൂപ്പനെ പട്ടാളത്തിലാ. വെട്ടിവെച്ചാലുണ്ടല്ലോ നീ തോള വീണ പുസ്തകവും. നിങ്ങളെയല്ല, ദേ അത് നോക്കിയേ. ഹേയ്, ആ ബെല്ലിന്റെ കാര്യമൊക്കെ വിട്ടേക്ക്. ഞാൻ നിങ്ങക്ക് വേറെ മൃഗങ്ങളെ കാണിച്ചു തരാം. എന്ത് കാണിച്ചു തരാം? എന്നാ പിന്നെ പച്ചക്കളറുള്ള ബെല്ല് കാണിച്ചേ. ഓ, ആ? ഇതെന്താടാ ഉത്സവത്തിലെ വെടിക്കെട്ടോ പച്ചയും ചുവപ്പും തെളിയാൻ? ഓ, ഏത് നേരത്താണാവോ ഇവന്മാരായിട്ട് ഇറങ്ങിത്തിരിക്കാൻ തോന്നാൻ? ആ ക്ലോക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ സമയം അങ്ങ് തിരിച്ചു വെക്കായിരുന്നു. അങ്ങനത്തെ ബെല്ലൊന്നും ഉണ്ടാവില്ല. എന്തുണ്ടാവില്ല? ഇല്ല, പറയില്ല. ഞാൻ എന്തായാലും പറയില്ല. ഇന്നത്തെ എനർജി മുഴുവനും വേസ്റ്റ് ആക്കി. ഞാൻ മെലിഞ്ഞുണങ്ങി ഇങ്ങനെ ബത്തക്കോല് പോലെ ഇരിക്കുന്നെങ്കിലും ഞാൻ നല്ല സുന്ദരനല്ലേ? ഈ പൊട്ടന്മാര് പറയുന്നത് കേട്ടോണ്ടിരുന്ന എനിക്ക് വല്ല ഭ്രാന്തും പിടിക്കും. അത് നോക്കിയേ. അറിയില്ല. അതായത് അവന്റെ അനിയന്മാര് കുട്ടി കുരങ്ങന്മാര്. ഇനി ഇതുകൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ദേ, അത് നോക്കൂ, കരടി. പതുക്കെ പറയൂ. ഇവിടുത്തെ കരടി അപകടകാരിയാണ്. എന്താണ്? പേടിച്ചു പോയല്ലേ? ഇതെന്റെ പുതിയ റിംഗ് ടോൺ ആണേ. പിന്നെ പേടിച്ചല്ലേ? ആനയുടെ സ്വരം മാറ്റി സിംഹത്തിന്റെ സ്വരമാക്കി ഒരു ഫീലൊക്കെ കിട്ടാൻ വേണ്ടിയേ. പറയുന്ന വളരെ ശരിയാണ്. ഇവന്മാരൊക്കെ പേടിച്ചു കുറച്ചു പോയില്ലേ? ശരിക്കും പേടിച്ചു പോയി. എന്താണ്? പേടിച്ചു പോയി, പേടിച്ചു പോയി. അയ്യോ, നോക്ക്, അതാ പുലി.
ഇത്തവണ ആരും എന്നെ പേടിപ്പിക്കാന്ന് വിചാരിക്കണ്ട. ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും. വേണ്ട വേണ്ട വേണ്ട, പുലിയല്ല അവന്റെ അപ്പൂപ്പൻ വന്നാലും ഞാൻ പേടിക്കില്ല. ഇവിടെ പുലിയുമില്ല സിംഹവും ഇല്ല, എനിക്കൊട്ട് പേടിയുമില്ല. പേടിക്കണം, പേടിച്ചേ പറ്റുള്ളൂ. ശരിക്കും പുലി. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ, ഓടി രക്ഷപ്പെടുക. എന്താ ചെയ്യാ?